ഹലോ ഓൾ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ന്യൂസ് വെച്ചപ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് കണ്ടത്. അതും നമ്മുടെ കേരളത്തിൽ, പ്രബുദ്ധരായ കേരളത്തിൽ, പ്രബുദ്ധരായ ഒരുപാട് ജനങ്ങളുള്ള കേരളത്തിൽ ഒരു വളരെ സങ്കടകരമായ ഒരു ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതും CPIൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ന്യൂസ് കൂടെ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ന്യൂസ് ചാനൽ കണ്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ സാധാ ട്രഡീഷണൽ കൃഷിക്കാരനൊന്നുമല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെപ്പറ്റി പഠിച്ച് ഏതൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം വന്ന് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ കേരളം പോലൊരു സംസ്ഥാനത്തിൽ കൃഷിക്ക് തീരെ പ്രാധാന്യം കുറഞ്ഞു പോയ ഒരു സംസ്ഥാനത്തിൽ, കാരണം നമുക്കറിയുന്ന പച്ചക്കറി വിളകളെല്ലാം തന്നെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു രീതിയിൽ കൃഷി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇതിനെ കണ്ടുകൊണ്ട് കാലങ്ങളെ അതിനുവേണ്ടി പടപൊരുതിക്കൊണ്ടിരുന്ന, കൃഷി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, അതായത് കൃഷിക്കാരൻ്റെയും പാവപ്പെട്ടൻ്റെയും പാർട്ടിയായ 10 വർഷമായിട്ട് അടുപ്പിച്ച് ഭരിച്ച LDF, CPIൻ്റെ ചിഹ്നങ്ങൾ നോക്കണം. അതിൻ്റെ അത് നെൽക്കതിരാണ് നടുക്കുള്ള, അരിവാളിൻ്റെ നടുക്കുള്ള നെൽക്കതിർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ആ പാർട്ടിക്കെതിരെ തന്നെ പടപൊരുതേണ്ട നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടായ ഒരു വ്യക്തി ഇന്ന് രാവിലെ കഷ്ടകാലം സഹിക്കവയ്യാതെ, കാരണം ഇത്രയധികം എന്താ പറയുക, അതിൽ CPI തോറ്റില്ല, പറയാം അങ്ങനെ തന്നെ. CPI തോറ്റില്ല. അയാൾക്കെതിരെയുള്ള യുദ്ധത്തിൽ CPI തോറ്റില്ല. കാരണം അയാളെ ബുദ്ധിമുട്ടിക്കുന്നതും നരകിപ്പിക്കുന്നതുമായിട്ടുള്ള യുദ്ധത്തിൽ CPI തോറ്റില്ല. അവസാനം അയാൾ തോറ്റു. അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്തു. എവിടുന്ന്? CPI തെരഞ്ഞെടുപ്പ് ഓഫീസിൽ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു വലിയൊരു ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി അത് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം എന്നാണ് അയാൾ മനസ്സിലാക്കി. അതുകൊണ്ട് അയാൾ അത് ചെയ്തു. CPI എല്ലായ്പ്പോഴും പോലെ തന്നെ CPIയുടെ പ്രാദേശിക നേതാക്കന്മാരും എല്ലാവരും തന്നെ ഈ ഒരു സംഭവത്തിന് പാടെ അവഗണിക്കുകയും പാടെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേറെന്തോ പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചെന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം, നമുക്ക് ലേശെങ്കിലും ബുദ്ധിയുണ്ട്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ലേശെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബയസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്ന വെറുതെ ഒരു രസത്തിന് വേണ്ടി രാവിലെ എണീച്ച് ഇന്ന് ഞാൻ മരിച്ചു കളയാം എന്നും പറഞ്ഞ് പോയിട്ട് മരിക്കുമെന്നല്ല. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണം, പ്രത്യേകിച്ച് ഒരു ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അയാൾ പറഞ്ഞ 1990 മുതലേ അയാൾ ഇങ്ങനെ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ് കൃഷി ഇറക്കാം, മര്യാദയ്ക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊരു സങ്കടകരമായി. എനിക്ക് കേരളത്തിൽ ഈ ഒരു അവസ്ഥ പറയുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അയാൾ ഇനിയും പടപൊരുതേനു, അയാൾ മരിക്കരുതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾ ചിന്തിച്ചിട്ടുണ്ടാകും വേറെ രീതിയിലേക്ക്. എൻ്റെ മരണത്തോടെങ്കിലും ഈ ഒരു പാർട്ടീൻ്റെ പൊള്ളത്തരം, ഏകദേശം ഈ ഒരു പ്രാദേശിക നേതാക്കന്മാരുടെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഇതിലൂടെയെങ്കിലും പ്രദേശം നന്നാട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക. ഒരുപക്ഷെ അയാൾക്ക് കുറേ കാലം ജീവിച്ചു, ഇനി ഇങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടൊരു ഗുണമുണ്ടാവട്ടെ, കുറേ കാലം നല്ല വിളകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് നടന്നില്ല എങ്കിൽ ഇങ്ങനെയെങ്കിലും എൻ്റെ പ്രദേശത്തിനൊരു ഗുണമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പല രീതികളാണ്. അപ്പം നമുക്കിതിലേക്ക് വരാം. ഇപ്പം CPI എന്ന് പറയുന്നൊരു പാർട്ടി ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു അന്വേഷണം പോലും പ്രഖ്യാപിക്കും. ഇത് അതുകൊണ്ടല്ല എന്ന് ഇമ്മീഡിയറ്റ്ലി, തെരഞ്ഞെടുപ്പാണല്ലോ അല്ലേ, അപ്പോൾ അതുകൊണ്ടല്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ, ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രാദേശിക നേതാക്കന്മാരെ അയാളെ തലങ്ങും വിലങ്ങും ബുദ്ധിമുട്ടിച്ചു എന്നാണ് പറയുന്നത്. ചുറ്റുവട്ടത്ത് ന്യൂസ് ചാനലുകളിലെ ആൾക്കാർ, റിപ്പോർട്ടർ പോയിട്ട് എല്ലാവരോടും ചോദിക്കും, എല്ലാവർക്കും ഒരേ സ്വര. അതായത് ആരും പാർട്ടീനെ അനുകൂലിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും പറയുന്ന ഈ എന്താ പറയുക, ചെല്ലപ്പൻ പുളിക്കാശ്ശേരി എന്ന് പറയുന്ന തലയാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വ്യക്തി എല്ലാവരുമായിട്ടും വളരെ മികച്ച സൗഹൃദം പുലർത്തുന്ന, അതുപോലെ തന്നെ CPIൻ്റെ തന്നെ ഒരു അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്നെ, ഇങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെ വളരെയധികം സങ്കടകരമായ, അതായത് അയാൾ എന്തെങ്കിലും വിളവെച്ച് കഴിഞ്ഞാൽ അത് പോയി നശിപ്പിക്കുക, എന്താണെന്നുള്ള മനസ്സിലാവും. ഒരു പക്ഷേ ചിലപ്പോൾ ഇയാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃഷിനൊക്കെ പഠിച്ചു വന്നത് കാരണം ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. ട്രഡീഷണലായിട്ട് മറ്റേ വളരെ താഴെ നമ്മളെ എന്താ പറയുക, വളരെ താഴേക്കിടയുള്ള ആൾക്കാർ ആ രീതിയിൽ കൃഷി ചെയ്താൽ മതി എന്നുള്ളൊരു മനോഭാവം ഒരു പക്ഷേ ഈ പാർട്ടിക്ക് ഉണ്ടാവാം, CPIക്ക്, അവിടെയുള്ള നേതാക്കന്മാർക്ക്. അതുകൊണ്ടായിരിക്കും ഇയാൾ അഡ്വാൻസ് ആയിട്ട് എവിടെയൊക്കെ പഠിച്ചു വന്നാണല്ലോ. അപ്പോൾ ഇയാൾക്ക് കുറച്ച് വിവരം വന്നു എന്ന് കഴിഞ്ഞ് നമ്മളെ കടത്തി വിട്ടു എന്നുള്ള വീഡിയോ ഉണ്ടാക്കി അയാളെ മുളയിലേ നുള്ളാം എന്ന് വിചാരിച്ച് ഇങ്ങനെയാക്കിയത്. പക്ഷേ അയാളൊരു വീഡിയോ കേട്ടിട്ടാണ്, റെക്കോർഡ് ചെയ്തിട്ടാണ് മരിച്ചിരിക്കുന്നത്. കാരണം അയാൾ പറയുന്നത് വളരെ ഗുരുതരമായ കാര്യം, ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞ് ഇയാളെ തട്ടിയേക്കാം എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ആ തരത്തിലുള്ള ഭീഷണിയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ കൊല്ലൊന്നുമില്ലെങ്കിലും വീണ്ടും അയാൾക്കെതിരെ ശക്തമായ നടപടികൾ, അല്ലെങ്കിൽ അയാൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി CPI തുനിഞ്ഞേക്കാം എന്നുള്ളത് കൊണ്ടും അതിൽ കൂടെ മനം മടുത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്.
നമ്മളെപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുക, നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, കേരളം വളരെ പ്രബുദ്ധമാണ്, അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന് നോർത്ത് ഇന്ത്യയിലെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നോർത്ത് ഇന്ത്യ പോട്ടെ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ കർഷകരെ നോക്കേണ്ടത് അല്ലെങ്കിൽ കർഷകരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിലെ ഗവൺമെന്റിനില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഈ ചെല്ലപ്പൻ പുളിക്കാശ്ശേരിയെ പോലുള്ള ആൾക്കാർക്ക് വളരെ വിരലെണ്ണുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വളരെ ഈസിയാണ് ഇവിടുത്തെ കൃഷിമന്ത്രിക്കും കാര്യങ്ങളൊക്കെ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, നോർത്ത് ഇന്ത്യ എന്ന് പോലും പറയണ്ട, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കാരണം കേരളത്തിൽ കൃഷി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം, പ്രത്യേകിച്ച് വേറൊരു പാർട്ടിയൊന്നുമല്ല, ഈ ഒരു കൃഷിക്കാരെയും മറ്റേ നെൽക്കതിർ നടുക്ക് കുത്തിവെച്ചിരിക്കുന്ന, സ്വന്തം പാർട്ടി ചിഹ്നത്തിന്റെ നടുക്ക് കുത്തിവെച്ചിരിക്കുന്ന ആ പാർട്ടി തന്നെ കൃഷിക്ക് അഡ്വാൻസ് രീതിയിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചിറങ്ങിയ, അല്ലെങ്കിൽ കൃഷി അത് സ്വന്തം ഒരു മിഷനായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ടിറങ്ങിയ ആൾക്കാരെ തലങ്ങും വിലങ്ങും ബുദ്ധിമുട്ടിച്ച് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് എന്ന് പറയാതെ വയ്യ. ഇതിൻ്റെ അന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഞങ്ങൾ കൃഷിക്കാരുടെ പാർട്ടിയാണ്, പാവപ്പെട്ട പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങളും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ ഒരു ഇൻസിഡന്റ് കൂടെ മനസ്സിലാകാണ്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. കാരണം കർഷകർക്ക് ജീവിക്കാൻ എന്താ പറയുക, സാധിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. CPI ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം പീഡനങ്ങളാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും, ഇപ്പോൾ നമ്മളെ കണ്ണ് ഫുൾ ടൈം ഇങ്ങനെ പുറത്തേക്കാണ്, അതായത് നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ വിസിബിലിറ്റി, അതിർത്തിൻ്റെ ഇങ്ങോട്ടേക്ക് അവരുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടിൻ്റെ ഒന്നും കണ്ണ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഉത്തരവാദപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ വന്നിട്ട് അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രാദേശിക നേതാക്കന്മാരെ തിരുത്തി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും നടന്നില്ല, വളരെ നിർഭാഗ്യകരം. അപ്പോൾ നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. എന്തുകൊണ്ട് ഈ ഒരു സംഭവം നടന്നു നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഈ ഒരു മണ്ഡലത്തിൽ, ഈ വ്യക്തി മരിച്ച ഈ മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിയാണ് P. പ്രദീപ് എന്ന് പറയുന്ന CPIയുടെ ശക്തി കേന്ദ്രമായ CPIയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഈ മണ്ഡലം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഈ മണ്ഡലത്തിൽ CPI ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ കൂടി ഇടും, കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ എടുത്തോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ P. പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി തോൽക്കണം തന്നെയാണ്. അയാൾ എത്ര നല്ല വ്യക്തിയായി എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇത് CPI എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുടെ ഈ ഒരു വൃത്തികേടിനുള്ള കൃത്യമായ മറുപടി അവിടുത്തെ ജനങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ പ്രബുദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ എന്താ പറയുക, എവിടെ വേണമെങ്കിലും എങ്ങനെയെങ്കിലും എഴുതി ഒന്ന് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി എല്ലാവരും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ വളരെ നിർഭാഗ്യകരമായുള്ള അവസ്ഥയല്ലേ. അങ്ങനെ ആയിരിക്കണമല്ലോ നമ്മൾ ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലെങ്കിലും ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. ആ ഒരു മനുഷ്യന്റെ, ഒരുപക്ഷെ ഇവിടെ CPIനെ വിജയിക്കാൻ ആ മനുഷ്യന്റെ മരണത്തിന് ഒരു വിലയില്ലാണ്ടായി. കാരണം നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇവിടെ CPIനെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കള്ളത്തരങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരും അതുപോലുള്ള ആൾക്കാരും ചിന്തിക്കും. നമ്മൾ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് അദ്ദേഹമാണ് മരിക്കേണ്ടി വന്നത്, നാളെ ഒരുപക്ഷെ നമ്മളായിരിക്കാം. ഈ ഒരു ചിന്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിൽ മൊത്തമായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാവും. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നല്ല ആൾക്കാർക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. രാഷ്ട്രീയ താല്പര്യങ്ങൾ, പൊള്ളയായ അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ചിന്താഗതി മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ഗവൺമെന്റിന് വേണ്ടി, നല്ല നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.